ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു മിക്സഡ് സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കനിലോട് കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയ സൈസിലുള്ള തക്കാളി 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അത്യാവശ്യം എങ്ങനെയാണ് മാക്സിമം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ തക്കാളി ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരല്പം പോലും വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ. അപ്പോൾ നമ്മുടെ തക്കാളി ജ്യൂസ് എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് പച്ച ടേസ്റ്റിലാണ് ഉള്ളത്. അതിൻ്റെ പേരിൽ ഏകദേശം ഒരു 2 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇതിൻ്റെ കൂടുതൽ അളവുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി കൂടുതൽ സമയം എടുക്കും. അത്രയും മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒരുപാട് വെക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ തീ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാൻ വേണ്ടി പറ്റും. എന്നാൽ ശരി, 1-2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിലെ കംപ്ലീറ്റ് വെള്ളം ഇങ്ങനെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വറ്റി തുടങ്ങിയാൽ മതിയാവും. ഇങ്ങനെ വറ്റി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒന്നും കാണില്ല, വളരെ കുറച്ച് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഏകദേശം ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടി. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. നമ്മുടെ ഈ തക്കാളി ജ്യൂസിൽ ഇപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. ആ വെള്ളവും പഞ്ചസാരയൊക്കെ ചേർന്നിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് പെട്ടെന്ന് ഉരുകി കിട്ടിക്കോളും. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റിലാണ് നമ്മുടെ ഈ മിക്സഡ് സൈഡ് ഡിഷ് കിട്ടുന്നത്. ബിരിയാണിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും സദ്യയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ നമുക്ക് ഇങ്ങനെ ഇതുപോലൊരു മിക്സഡ് സൈഡ് ഡിഷൊക്കെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇനി വേണ്ടത് ഈ പഞ്ചസാരയും നമ്മുടെ ഈ തക്കാളി ജ്യൂസൊക്കെ ചേർന്നിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഒരുപാട് അങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ ജാം പോലെ ആ ഒരു രീതിയിലാവണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് വറ്റി തുടങ്ങിയാൽ മതിയാവും. നമ്മുടെ പഞ്ചസാരയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ ഉരുകി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ഏലക്ക പൊടിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് മുഴുവൻ ഏലക്കയും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തക്കാളി ജാമായിട്ട് മാറാൻ വേണ്ടി പാടില്ല. അതായത് നല്ലതുപോലെ തിക്കാവാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടിയാണ്. നമ്മൾ സാധാരണ പച്ചരിപ്പൊടി തന്നെയാണ്, വറുത്ത പച്ചരിപ്പൊടി. നമ്മൾ ഈ പച്ചരിപ്പൊടി ഇതിലേക്ക് ചേർക്കണം എന്തിനെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പച്ചരിപ്പൊടി നമുക്ക് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു കട്ടി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ അല്പം ഒന്ന് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് നമുക്ക് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിപ്പോൾ നല്ല ചൂടാണ്. അതിൻ്റെ പേരിൽ ഇനി കൂടുതൽ ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല.
ഈ സമയം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു ആപ്പിളും കൂടി. അപ്പോൾ നല്ലതുപോലെ എൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണോ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതൽ ചേർത്ത് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ആപ്പിളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഫ്ലെയിം വെച്ചിട്ടില്ല. എങ്കിൽ പിന്നെ എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടും ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ഈ കടായിൽ തന്നെ വെച്ചിട്ട് ഇതെല്ലാം ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് പൈനാപ്പിളും കൂടി. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിളും ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല മധുരമുള്ള പൈനാപ്പിൾ നോക്കി പ്രത്യേകം എടുക്കണം. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് മുന്തിരിയും കൂടി. അപ്പോൾ അധികം പുളിയില്ലാത്ത മുന്തിരി നോക്കി എടുക്കണം. അതുപോലെ തന്നെ ജ്യൂസ് മുന്തിരി ഉണ്ടല്ലോ അത് ചേർക്കരുത്. ഇതുപോലെ നമ്മൾ സാധാരണ കഴിക്കുന്ന മുന്തിരി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മാമ്പഴം കൂടിയാണ്. നമ്മുടെ കയ്യിൽ കൂടുതൽ മാമ്പഴം ഉണ്ടെങ്കിൽ കൂടുതൽ മാമ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ഈന്തപ്പഴം കൂടി. ഈന്തപ്പഴമൊക്കെ ഈ സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഈന്തപ്പഴം മസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്തേക്കണം കേട്ടോ. അപ്പോൾ ഒരല്പം ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ ധാരാളം വെള്ളമുള്ളതാണ്, അതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു മിക്സിൽ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിനൊക്കെ ചെറിയൊരു ചൂടുണ്ട്. ഈ ചൂടൊന്നും മാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടിയാണ്. സാധാരണ നമ്മളിങ്ങനെ സ്വീറ്റ്സൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരല്പം മാത്രം ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യണമെന്ന് വെച്ചാൽ ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യാം, സദ്യയുടെ കൂടെ സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. പിന്നെ അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഡെസേർട്ടായിട്ടൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി വെച്ചിട്ട് അങ്ങനെ നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല, സ്പെഷ്യൽ ടേസ്റ്റ് ആണെന്ന്. നിങ്ങൾ തന്നെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.